അഡാനിയുടെ ഇഷ്യൂ. പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഈ കേസ് പോസ് ചെയ്തു, അതായത് അഡാനിയുമായി ബന്ധപ്പെട്ട കറപ്ഷൻ കേസ്. കാരണം അത് ഇന്ത്യ ഒപ്പുവെച്ചു കൊടുത്തിരിക്കുന്ന സംഭവമാണ്. അമേരിക്കയിൽ നിന്നാണ് പണം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ പവർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്. അപ്പം ആ പവർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ജനറേറ്റ് ചെയ്ത പണം കൈക്കൂലിയായിട്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു, ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിന് കൊടുത്തു. ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിന് ഈ പണം, അതായത് അവരാവശ്യപ്പെട്ടത് അമേരിക്കയിൽ കൈമാറാൻ. ആലോചിച്ച് നോക്ക്, ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിനും ഈ കൈക്കൂലി പണം അവർക്ക് വിദേശ രാജ്യത്ത് മതി, പ്രത്യേകിച്ച് അമേരിക്ക ഡോളറായിട്ട് മതി. അവരുടെ കയ്യിൽ തെളിവായി. ഈ ഉദ്യോഗസ്ഥരെങ്ങനെ സെയിം ടൈമിൽ അവിടെ പണം കൊടുത്തു. ഈ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും പറഞ്ഞു ഈ അഡാനിയുടെ കമ്പനിയാണ് പണം കൊടുത്തത്. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇന്ത്യയിലെ അഡാനിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ റെയ്ഡ് ചെയ്ത് ലാപ്ടോപ്പ് എടുത്തുകൊണ്ടങ്ങ് പോയി ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത്. ഇതൊക്കെ ഹൈദരാബാദിൽ വെച്ചുണ്ടായ സംഭവമാണ്. ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം. അതാ പറഞ്ഞത്, ഇവരെ സൂക്ഷിച്ച് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അവർ നമ്മളെ എല്ലായിടത്തും കൊണ്ടങ്ങ് ട്രാപ്പാക്കി കഴിയും. എന്നിട്ട് അവർക്കിഷ്ടമുള്ള സമയത്ത് ഓരോന്ന് അവർ പൊക്കിയെടുക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വികാസ് യാദവിന്റെ, നിഖിൽ ഗുപ്ത, അതേപോലെ തന്നെ അഡാനിയുടെ ഇഷ്യൂ പെട്ടെന്ന് കൊണ്ടുവരാൻ കാരണം എന്താ? ഇന്ത്യയെ പിടിച്ചു മെരിക്കുക, ഒതുക്കുക. ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. അതിന് ഈ എപ്സ്റ്റീൻ ആണെങ്കിൽ ഏത് അറ്റം വരെ അവർ പോകും. അത് ഒരു ലോകത്തിൽ പല ആവർത്തി കാണിച്ചിട്ടുമുണ്ട്. ഇത് ആദ്യമായിട്ട് കാണിക്കുന്നതൊന്നുമല്ല. ആരൊക്കെ കുടുക്കി, എന്തൊക്കെയാണ് ഫയൽ, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ്, എങ്ങനെയൊക്കെ താറടിക്കാൻ സാധിക്കും, അവരുടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും അമേരിക്കൻ ഇന്റലിജൻസും അമേരിക്കൻ ഡിപ്ലോമസിയും അമേരിക്കൻ ഡബിൾ സ്പൈ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടും. ഇതുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. അമേരിക്ക ഇസ്രായേലും നല്ല സുഹൃത്തുക്കളാണ്, അഗ്രീഡ്. എന്താ ഉണ്ടായത് നിങ്ങൾക്കറിയാം. സലാമെ, അതായത് ബ്ലാക്ക് സെപ്റ്റംബറിന് ശേഷം സലാമെ എന്ന് പറഞ്ഞ റെഡ് പ്രിൻസ്, അയാളെ കൊല്ലാൻ വേണ്ടി മൊസാദിൻ്റെ ഒരു കമ്മിറ്റി എക്സ് എന്ന് പറഞ്ഞൊരു ടീമിനെ ഫോം ചെയ്തു. അതിൽ സലാമെ എന്ന് പറയുന്നയാള് അമേരിക്കൻ ഡബിൾ സ്പൈ ആയിരുന്നു.